നമസ്കാരം. ഈ വിശപ്പ്, ആഹാരം ഈ രണ്ടിനുള്ളൊരു കോമ്പിനേഷൻ ഉണ്ടല്ലോ. ആ വിശപ്പിൽ തന്നെ പണമില്ലാത്തത് കൊണ്ടുള്ള പണമില്ല, ആഹാരമില്ല, വിശപ്പ്. നമ്മളിൽ പലരും അങ്ങനെയൊന്നും ആ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. എങ്കിലും സഹ്യമായ വിശപ്പ് കൊണ്ട് കഷ്ടപ്പെട്ട പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളൊക്കെ ആത്മീയത എന്ന് പറയുന്നവരും ധ്യാനം എന്ന് പറയുന്നവരൊക്കെ നമ്മൾക്ക് വാസ്തവത്തിൽ സ്വാർത്ഥരാണോ? ഞാൻ ധ്യാനം ചെയ്യുന്നു, എനിക്ക് നന്മ കിട്ടണം, ജ്ഞാനത്തിൻ്റെ അറിവ് കൊള്ളണം, എനിക്ക് പല കാര്യങ്ങൾ അറിയണം, ഇങ്ങനെ നമ്മൾ ജീവിച്ച് ഇങ്ങനെ നമ്മൾ ജീവിച്ച് നമ്മൾ മരിച്ചു പോകാം. പക്ഷേ മരണത്തിന് ശേഷം ഒരു ലോകമുണ്ട്, നമ്മളെല്ലാവരും അറിയുന്നുണ്ട്. അവിടെ ദൈവമെന്നോ കോസ്മിക് എനർജിയോ എന്നോ നമ്മൾ ചെയ്ത എല്ലാ കർമ്മങ്ങൾക്കും നമ്മുടെ ഉത്തരവുണ്ടെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ വിശ്വസിക്കുന്നുമുണ്ട്. അതിൽ പല വ്യത്യാസങ്ങളുണ്ട്. ധ്യാനം ചെയ്യുന്ന ആൾക്കാർക്ക് ചില തീരുമാനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്താലും അടുത്തത് ആ കർമ്മങ്ങൾ കേട്ടതുപോലെ അടുത്ത ജന്മം നമുക്ക് വരും, അല്ലെങ്കിൽ നമ്മൾ സോൾ വേൾഡിൽ പോകും, തിരിച്ചും വരും. അങ്ങനെ മതങ്ങളിൽ വിശ്വസിക്കുന്നവർ നമ്മുടെ മരണത്തിന് ശേഷം നമുക്കൊരു ലോകമുണ്ട്, ആ ലോകത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഉത്തരം നൽകണം. അങ്ങനെ പല പല തീരുമാനങ്ങൾ അല്ലെങ്കിൽ ധാരണകൾ, വിശ്വാസങ്ങൾ നമുക്കുണ്ട്. പക്ഷേ നമ്മുടെ കൺമുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ആരെങ്കിലൊക്കെ വിശപ്പോടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വസ്ത്രങ്ങളില്ലാതിരിക്കുകയാണെങ്കിൽ, കഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ആഘോഷിക്കാൻ പറ്റുക? ഒരു ഗ്രാമത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ഗ്രാമത്തിൽ കുഞ്ഞുങ്ങൾക്കും അസുഖമുള്ള ആൾക്കാർക്ക് ഒഴിച്ച് ആരും ഒന്നും ആഹാരം കഴിക്കാത്ത ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ അങ്ങനെയാണോ? നമുക്കൊന്ന് ആലോചിക്കാം, എവിടെ പോയി നമ്മുടെ മനുഷ്യത്വമൊക്കെ? ഇത്രത്തോളം ഭക്തിയിലും ധ്യാനത്തിലുള്ള മനുഷ്യരൊക്കെ സ്വന്തം ജീവിതത്തെ എങ്ങനെയാണെന്നൊന്ന് നോക്കിയാൽ, അകമേ നോക്കിയാൽ സ്വന്തം മനസ്സാക്ഷിയുടെ മുമ്പിൽ എന്തെല്ലാം മാറ്റങ്ങൾ നമ്മൾ ചെയ്യണമെന്നും നമുക്ക് ഓർക്കാം. അവരൊക്കെ കഷ്ടപ്പെടുന്ന ഒരു പോയ ജന്മത്തെ കർമ്മമാണെന്ന് പറഞ്ഞാൽ നമ്മളവർ അവഗണിക്കാമോ? അങ്ങനെ അവഗണിക്കുകയാണെങ്കിൽ ഈ ദൈവങ്ങളും നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ ധ്യാനവും നമ്മുടെ ജ്ഞാനവും അതൊക്കെ നമ്മളെ നേരായ വഴിക്കാണോ നയിക്കുന്നത്? ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയൊരു മനുഷ്യൻ ജീവനോടെ ഇരിക്കുന്നവരെ ആരും അനാഥനല്ല. അപ്പോൾ ആരും അനാഥനല്ലാത്ത ഒരു ലോകത്ത് ഒരാൾ എങ്ങനെയാണ് വിശപ്പോടിരിക്കാൻ നമ്മൾ അനുവദിക്കുക? ഒരാളുടെ മുഖത്ത് നമ്മൾ സന്തോഷം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തിനൊക്കെ എന്താണ് അർത്ഥം? അങ്ങനെ കുറേ ചോദ്യങ്ങൾ നമ്മുടെ ഒന്ന് ധ്യാനം എന്നോ അല്ലെങ്കിൽ ചിന്തിക്കുന്ന സമയം എന്നോ എന്തൊക്കെ വിചാരിച്ച് നമ്മൾ ഒന്ന് സമയം ചെലവ് ചെയ്ത് നമ്മുടെ മനസ്സാക്ഷി നമ്മുടെ മുമ്പിൽ കുറേ ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ട് നിർത്തും. നോക്കൂ, ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് എല്ലാ വീടുകളിലും അന്നദാനം നൽകുന്നുണ്ട്. മക്കളുടെ അല്ലെങ്കിൽ അവരവരുടെ പിറന്നാളുടെ ദിവസമോ അല്ലെങ്കിൽ വിവാഹ ദിവസമോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അനാഥ മന്ദിരങ്ങളിലും വൃദ്ധസദനങ്ങളിലും മനുഷ്യർ പോയി ആഹാരം കൊടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ വാസ്തവത്തിൽ എന്താ നടക്കുന്നത്? സ്വാർത്ഥതയല്ലേ? എനിക്കിത് വേണം, അതുകൊണ്ട് അമ്പലത്തിൽ ഞാൻ പണം കെട്ടി. ശത്രു സംഹാരം, എന്തൊക്കെ വിഡിത്തമാണ്! അമ്പലത്തിൽ പോയിട്ട് ശത്രു സംഹാരം എന്നൊക്കെ പറയും. എന്താണ് എൻ്റെ ഉള്ളർത്ഥം? എന്നിലുള്ള നെഗറ്റീവ് എനർജിയാണ് എൻ്റെ ശത്രു, അതിനെ സംഹരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. ഇത് നമുക്കെതിരായിട്ട് പറഞ്ഞ ആൾക്കാർ നശിച്ചു പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്പലത്തിൽ പോയിട്ട് ശത്രു സംഹാരത്തിന് ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാർ, അത് പഠിച്ച ആൾക്കാർ, ഭക്തന്മാർ, അവരെയൊക്കെ വിഡിത്തത്തിന് എന്താണ് ഉത്തരം പറയുന്നത്? ദൈവമില്ല എന്ന് പറയുന്ന പലരും പല ചോദ്യങ്ങൾക്ക് മാർക്ക് ഉത്തരമില്ല. പലപ്പോഴും ഈ ലോകത്തിൽ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും അധികം കുറേ നന്മകൾ ഈ ഭൂമിക്ക് ചെയ്യുന്നത്, ഭൂമിയിലുള്ള പാവങ്ങൾക്കും വിശക്കുന്നവർക്കൊക്കെ ചെയ്യുന്നത്. ലോകത്തിൽ രണ്ട് വലിയ റിച്ചസ്റ്റ്, ഫസ്റ്റ് ബിൽ ഗേറ്റ്സ്, രണ്ടാമത് വാരൻ ബഫറ്റ്.
ഈ രണ്ടുപേർക്കും ദൈവവിശ്വാസമില്ല. പക്ഷെ ദൈവത്തിന് ഈ രണ്ടുപേരെയും വളരെ ഇഷ്ടമാണ്. അവർ മരിച്ചു കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലായിരിക്കും പോകുന്നത്. കാരണം അത്രത്തോളം പാവങ്ങൾക്കും എയ്ഡ്സ് ബാധിച്ച ആൾക്കാർക്കും എല്ലാം നന്മകൾ ചെയ്യുന്ന അത്ര ചാരിറ്റി ചെയ്യുന്നവരാണ് അവർ. എഗെയിൻ ചാരിറ്റി മാത്രം മതിയോ? നല്ല ജീവിതം വേണ്ടേ? നന്മകൾ ചെയ്യേണ്ടേ? ദൈവത്തിനെ പറ്റി അറിയേണ്ടത് ചോദ്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷെ ദൈവത്തിൻ്റെ ദർശനം നമ്മുടെ ദർശനം അല്ല സുഹൃത്തുക്കളെ. ദൈവത്തിൻ്റെ ചിന്തകളും ദൈവത്തിൻ്റെ പ്രതീക്ഷകളും അതൊക്കെ വളരെ 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 സാധാരണ മനുഷ്യരുടെ അവിടെ കുറ്റം പറഞ്ഞ് ഇവിടെ കുറ്റം പറഞ്ഞ് ഉറങ്ങി ജീവിച്ച് മരിച്ചു പോകുന്ന സാധാരണ മനുഷ്യരുടെ മുമ്പിൽ അതൊന്നും അവൻ്റെ ചിന്തകൾക്കൊക്കെ വളരെ വിദൂരത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊക്കെ ആലോചിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ നല്ല ഡ്രസ്സ് ചെയ്യുന്നു, നല്ല ആഹാരം കഴിക്കുന്നു, നമ്മൾ ധ്യാനം பண்ணுകയും പുസ്തകം വായിക്കുന്നു, അറിവ് കിട്ടുന്നു, നമ്മൾ നേരായ വഴിക്ക് നടക്കുന്നു, ഒക്കെ സന്തോഷം. പക്ഷെ കുറച്ച് അവരെയും നമ്മൾ നോക്കണ്ടേ എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഓക്കെ, വളരെ വിശപ്പുള്ള ഒരു 20 വയസ്സുകാരൻ്റെ കഥ ഞാൻ പറയട്ടെ. വളരെ പാവപ്പെട്ട ഒരു കുഗ്രാമത്തിലൊരാൾ, അയാൾ പഠിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ പണമില്ല. അമ്മയും അച്ഛനും സഹോദരങ്ങളെല്ലാം ഉണ്ട്. വളരെ പാവപ്പെട്ട കുടുംബം. അച്ഛന് ചെറിയൊരു ജോലി. 20 വയസ്സ് ചെറുപ്പക്കാരനും ഭയങ്കര വിശപ്പ്. ഒന്ന് എക്സ്ട്രാ കുറച്ച് കൂട്ടാനെടുത്താൽ പോലും അമ്മ ചീത്ത പറയും. തിരിച്ചേലിക്ക് ഒഴിക്കില്ല, കലത്തിൽ ഒഴിക്കടാ എന്ന് പറയും. അങ്ങനത്തെ സമയത്ത് ഈ അച്ഛൻ വിചാരിക്കും, ശരി നമ്മുടെ അനുജത്തി സിറ്റിയിലുണ്ടല്ലോ, നമ്മൾ കൊണ്ടുപോയി അവർക്കൊരു പ്രസ്സോ എന്തൊക്കെയോ ചെറിയ ബിസിനസ്സൊക്കെ ഉണ്ട്, ഇവരെക്കാളും എത്രയോ ഉയരത്തിലാണ് അതെന്ന് അവർക്കറിയാം. അവിടെ ഈ മോനെ കൊണ്ടുപോയി വിട്ടാൽ ഇവൻ കുറച്ച് പഠിക്കും, എങ്ങനെയെങ്കിലും ആ സിറ്റിയിൽ മോൻ പഠിച്ച് കുറച്ച് നന്നായി വരുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ അവിടെ കൊണ്ടുപോയിട്ട് തൻ്റെ സ്വന്തം അനുജത്തിയെടുത്ത്, ഇത് നിൻ്റെ മരുമകനല്ല, നിൻ്റെ മകനായിട്ട് നീ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ പോരും. അന്ന് രാത്രി തന്നെ എല്ലാവർക്കും നല്ല ആഹാരം കൊടുത്തിട്ട് ഇവനൊരു കഞ്ഞി കൊടുക്കുകയാണ്. ഇവനൊന്നും മനസ്സിലാകുന്നില്ല, ഇത് എന്താണ് ഇങ്ങനെ? നീ അത് കഞ്ഞി കുടിച്ചാൽ മതി എന്ന് ആ അമ്മായി പറയും. അവിടുന്ന് അവൻ ഇവിടുന്നോ അച്ഛനൊക്കെ കടമൊക്കെ വാങ്ങിച്ചു വന്ന് ഫീസ് കൊണ്ടുപോയി ഒരു കോളേജിൽ ചേർന്ന് അവിടെ പഠിക്കാൻ തുടങ്ങി. പുസ്തകം എടുത്ത ഈ സ്ത്രീ ചീത്ത പറയും. ആ സ്ത്രീയുടെ അത് വീടും ഒരു ഓഫീസും കച്ചവടമൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമല്ല, രണ്ടും കൂടിയാണ്. അവിടെ എല്ലാ ജോലിയും കാലത്തൊട്ട് രാത്രി വരെ എന്തെങ്കിലും ആഹാരം കൊടുത്താൽ കൊടുത്തു, അല്ലെങ്കിൽ എന്താണ് അതും കഞ്ഞിയാണ്. കഞ്ഞി തന്നെ. അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് ടിഫിനും പിന്നെ കുറേ കഞ്ഞിയുടെ വെള്ളവും കൊടുക്കും. അങ്ങനെ ഗോതമ്പ് കഞ്ഞി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ഒരു നല്ല ആഹാരമില്ല. ഇവനത് ശീലിച്ചു പോയി. രാത്രി പുസ്തകം എടുത്താൽ ഈ സ്ത്രീ ചീത്ത പറയും. ആ ജോലി ചെയ്തോ? ഈ ജോലി പുസ്തകം വായിക്കാനിരുന്നു, ഇവിടെ വെറുതെ ഒന്ന് ആഹാരം കഴിച്ചു നിനക്ക്. അങ്ങനെ ഉപദ്രവിച്ച് സഹിക്കാൻ വയ്യ. അപ്പം അങ്ങനെ ഈ കോളേജിലേക്ക് നടന്നു പോകുമ്പോൾ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും എനിക്കിതിന്ന് ഒരു സ്വാതന്ത്ര്യം കിട്ടിയാൽ കൊള്ളാം. അപ്പോൾ അവർ പറയും, നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് കുറച്ച് ഇത്രയൊക്കെ ആയല്ലോ, +2 വരെയൊക്കെ പഠിച്ചല്ലോ, ഡിഗ്രി ആണല്ലോ പഠിക്കുന്നത്, നീ രാത്രിയൊക്കെ ഇവിടെ വന്ന് കണക്കൊക്കെ എഴുതുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവൻ 1-2 ദിവസം വീട്ടിലേക്കൊന്നും പോകാണ്ട് അവിടെ ഇരുന്ന് എഴുതി. അവിടെ ഒരു സുഹൃത്തിൻ്റെ ഈ വെജിറ്റബിളൊക്കെ വന്നിരുന്ന ഒരു വെയർ ഹൗസിൻ്റെ അവിടെ അയാൾ 1-2 ദിവസം വീട്ടിലേക്കും പോയില്ല. അവിടെ അവരോടൊക്കെ സംസാരിച്ച് രാത്രിയൊക്കെ ഇരുന്ന് അവിടെ ഒരു ഫ്രണ്ടിൻ്റെ ചെറിയൊരു റൂമുണ്ട്, അവിടെ താമസിച്ചിട്ട് അടുത്ത ദിവസം ഈ ഒരു വെയർ ഹൗസുകാരൻ്റെ കണക്കെഴുതാനായിട്ട് ഇയാൾക്കൊരു ജോലി കിട്ടുകയാണ്. അപ്പോഴേക്കും ഈ അമ്മായി ഓടി വന്ന് ഭയങ്കര ചീത്ത, നീ ഇവിടെ വന്ന് നീ ഇത്രയും മാസം ഇവിടെ ഇരുന്നിട്ട് പെട്ടെന്ന് പറയാതെ നീ പോവുകയാണോ? നീ അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നീ വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലേക്ക് ഇവൻ പോകുമ്പോൾ അവിടെ 2-3 മാസം അവൻ താമസിച്ച, അവൻ കഴിച്ച കഞ്ഞിക്ക്, അവൻ വല്ലപ്പോഴും കഴിച്ച ഇഡ്ഡലിക്ക്, എല്ലാത്തിനും അവിടെ രാത്രി ഉറങ്ങിയതിന് എല്ലാം കണക്കിട്ടിട്ട് ഇത്ര തുക നീ തരണം എന്ന് പറഞ്ഞു. ഇവൻ്റെ അടുത്താണെങ്കിൽ ഇല്ല, അത് തന്നിട്ട് നീ പോയാൽ മതി. അതൊന്നും വലിയ കാര്യമല്ല സുഹൃത്തുക്കളെ, നീ പണം തന്നിട്ട് നിന്റെ പുസ്തകത്തിൻ്റെ അടുത്ത് പോയാൽ മതി എന്ന് പറയും. ആകെ കരച്ചിലും, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അച്ഛൻ ആ ഫീസ് കിട്ടിയത്, പാവപ്പെട്ട അച്ഛൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ്, ഞാൻ പട്ടിണി ഇരുന്നിട്ടാണല്ലോ ഫീസ് കിട്ടിയതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊട്ടിക്കരയാവൻ. അവർ പുസ്തകം കൊടുക്കില്ല. ഇനി എന്താ ചെയ്യാൻ, ഇനി എങ്ങനെ ജീവിക്കും ഒന്നും അറിയില്ല. അങ്ങനെ കുറച്ച് സുഹൃത്തുക്കൾ പോയിട്ട് കുറച്ച് പണം എങ്ങനെയൊക്കെയോ സുഹൃത്തുക്കളിൽ നിന്ന്
ഒരു കുറച്ച് പണമൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് പുസ്തകമൊക്കെ എടുത്തിട്ട് പോയി. പകലിൽ കോളേജിൽ പോകും, രാത്രി ഇരുന്ന് കണക്കുകളൊക്കെ എഴുതും. ഇപ്പം താമസിക്കാനായിട്ട് ഒരു ഒരു ആസ്പെറ്റോ ഷീറ്റിലുള്ള ഒരു വീട്, ഒരു റൂം, 2-3 സുഹൃത്തുക്കളുടെ കൂടെ ആ ചന്തയിൽ തന്നെ. പിന്നെ അവിടെ അവിടെ താമസിച്ചിട്ട് പകലൊക്കെ ഇരുന്ന് പഠിക്കും. അല്ല, പിന്നെ പകൽ കോളേജിൽ പോകും, രാത്രി ഇരുന്ന് പഠിക്കും, ഈ അക്കൗണ്ട്സും എഴുതും. അപ്പോൾ അവന് നല്ലൊരു ആഹാരം കഴിച്ചതൊക്കെ എന്താ പറയുക, ഒരു സ്വപ്നമായിട്ട് ഓരോരുത്തർ കഴിക്കുന്നതൊക്കെ. എവിടെയെങ്കിലൊക്കെ നടന്നിങ്ങനെ പോകുന്ന സമയത്ത് ടി വിയിലൊക്കെ ആൾക്കാർ സിനിമകളിലോ അല്ലെങ്കിൽ ആഹാരത്തെ പറ്റിയൊക്കെ വരുമ്പോൾ അങ്ങനെ നോക്കും. നല്ലൊരു ആഹാരം കഴിച്ചിട്ടേ ഇല്ല. ഒന്നോ രണ്ടോ പ്രാവശ്യം ഏതോ ഒരു കല്യാണത്തിന് പോയപ്പോൾ ആരോ അവരുടെ അമ്മയും എല്ലാം കൂടി പോയപ്പോൾ ചെറുപ്പത്തിൽ എങ്ങാണ്ട് കഴിച്ചൊരു ഓർമ്മയെ അവനുള്ളൂ. നല്ല ആഹാരം കഴിച്ചിട്ടേ ഇല്ല. അങ്ങനെ വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന സമയത്ത് സുഹൃത്തുക്കളോടൊക്കെ കാശൊന്നും ചോദിക്കില്ലല്ലോ. അപ്പോൾ അവന് കിട്ടുന്ന കാശും കൊണ്ട് ഈ സുഹൃത്തുക്കൾ വരെ കടം കൊടുത്തിട്ടുണ്ടല്ലോ, അതൊക്കെ തിരിച്ചും കൊടുക്കണം. അപ്പോൾ ഒരിക്കലും ഒരു ഫ്രണ്ട് പറയും, നീ ഒരു കാര്യം ചെയ്യും, ഇവിടെ ഇന്ന സ്ട്രീറ്റിൽ ഒരു ഒരു ഹോട്ടലുണ്ട്, നീ അവിടെ പോയിക്കോ, കുറച്ച് കാശ് ആകുള്ളൂ, നിന്റെ കാശ് വെച്ച് നന്നായിട്ടൊന്ന് ആഹാരം കഴിച്ചിട്ട് പോവാം. ഞാൻ പോയിട്ടില്ല, അവിടെ നല്ല ഹോട്ടലാണ്, വില കുറവാണ്, നല്ല രുചിയുള്ള ആഹാരം എന്നൊക്കെ പറയുന്നുണ്ട്, നീ അങ്ങോട്ട് പോയോ. പക്ഷെ 12 മണിക്കാണ് തുറക്കുള്ളൂ. നോക്കിയപ്പോൾ ഒരു ഓല വീട് പോലെയാണ്. അപ്പോൾ ഒരു ഓല കൊണ്ടുള്ളൊരു വാതിലൊക്കെയാണത്. അപ്പോൾ ആൾക്കാർ, കുറേ രാഷ്ട്രീയക്കാർ, ഇവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാം പേപ്പറൊക്കെ വായിക്കുന്നുണ്ട്, രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകളൊക്കെ അവർ ചെയ്യുന്നു. പിന്നെ അപ്പോൾ ഒരു 20 വയസ്സുകാരന് എന്തറിയാം, 21 വയസ്സുള്ള ഒരാൾക്ക് എന്തറിയാം. അങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് വാതിൽ തുറക്കുന്നു, എല്ലാവരും അവിടെ പോയിരിക്കുന്നു. നാണിച്ച് അവിടെ പോയിരിക്കും. ഇപ്പം ഇവിടെ കുറച്ച് രൂപയുണ്ട്, അധികം പണമാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പണമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നോക്കുമ്പോണ്ട് ഒരാളുടെ ഒരു ഹോട്ടലാണ്. ആ ഹോട്ടലിന് വളരെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആകെ 5 പേരേ ഉള്ളൂ. നല്ല 6 അടി പൊക്കമുള്ള ഒരു മുസ്ലിമാണ്, നല്ല തൊപ്പിയൊക്കെ ഇട്ടിട്ട്. അയാൾക്ക് നല്ല രാജാനുഭവമാണ്, അധികം ഒന്നും സംസാരിക്കില്ല. കണ്ട ഒരു റഫായിട്ടുള്ള ആളാണ്, പക്ഷേ വളരെ ഒരു കരുണയുള്ളൊരു മുഖം അയാൾക്കുണ്ടായിരുന്നു. ഒരു അമ്മ മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ നാണിച്ചിരിക്കുമ്പോൾ ഇയാൾ പോയി ചോദിക്കും, എന്താ നാണിക്കുന്നത്, ആദ്യമായിട്ടാണോ അതിനെ? അതെ. അപ്പോൾ അവിടുത്തെ എല്ലാവിധമായ ആഹാരം പുള്ളിക്കാരൻ കൊടുക്കും, കഴിക്കും. 1-2 ആഹാരം ഇവൻ ഇഷ്ടപ്പെട്ട് കഴിക്കുന്നത് കണ്ടിട്ട് തിരിച്ചും അതിനെ ആവർത്തിച്ച് കൊടുക്കാൻ തുടങ്ങി. അയാൾക്ക് ആദ്യമായിട്ടാണ് ഇവൻ ഇങ്ങനെ, അവൻ്റെ അമ്മ പോലും എത്രത്തോളം സ്നേഹത്തിൽ കൊടുത്തിട്ടില്ല, ലോകത്തിൽ ആരും അവനങ്ങനെ സ്നേഹത്തിൽ വിളമ്പിട്ടില്ല. അവൻ കഴിക്കുന്നത് കണ്ടിട്ട് ഇനി എന്താണ് അവന് വേണ്ടതെന്ന് അവൻ ചോദിക്കാതെ തന്നെ കൊടുക്കുന്ന വയറ് നിറച്ച ആഹാരം കഴിച്ചു. എന്നിട്ട് എത്രയാ പണം എന്ന് ചോദിച്ചപ്പോൾ, നിനക്ക് എന്ത് പണം തരണോ അവിടെ കൊണ്ടുപോയി ആ ഒരു ബോക്സിൻ്റെ അവിടെ നീ പണം ഇട്ടാൽ മതി, ഉണ്ടി ഇട്ടിരുന്നവരുണ്ട്, അവിടെ നീ ഉണ്ടിയോ ഡബ്ബോ എന്താണെന്ന് വെച്ചാൽ പേര് വെച്ചോ അതിന്, അതിൽ നീ ഇട്ടാൽ മതി എന്ന് ഒരാൾ പറയും. അപ്പോൾ ഈ ആഹാരം തന്ന അയാളും അയാളുടെ ഭാര്യ, രണ്ട് ജോലിക്കാർ, അത്രയേ ഉള്ളൂ, 3-4 പേരേ ഉള്ളൂ. ഇയാളാണ് എല്ലാ ജോലിയും ചെയ്യുക. ബാക്കി ഇയാളുടെ ഭാര്യയും ഈ ജോലിക്കാർ സഹായികളാണ്. ഇയാൾ തന്നെയാണ് എല്ലാം ആഹാരം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ആ ഹോട്ടലിന് അത്ര പേരും ആ ഹോട്ടൽ ആഹാരത്തിന് അത്ര രുചിയും. വലിയ വലിയ എഴുത്തുകാർ പറയുന്ന ഒരേ ആള് പച്ചക്കറികൾ വാങ്ങിച്ച് ഒരേ ആള് അതിനുള്ള മസാലകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരേ ആളുടെ കൈ കൊണ്ട് തന്നെ ആഹാരം ഉണ്ടാക്കി അതിൻ്റെ രുചി വേറെയാണ് എന്നൊക്കെ പല ആൾക്കാരും അതിനെപ്പറ്റിയൊക്കെ പൂഴ്ത്തിയൊക്കെ പറയാറുണ്ട്. അവിടെ അത്ര ഒരു സാമ്പ്രാണിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു വ്യത്യസ്തമായ ഒരു ഹോട്ടലാണ്. വളരെ ലളിതമായ ഒരു സ്റ്റണ്ണിങ് സിംപ്ലിസിറ്റി ഉള്ള ഒരു കൊച്ചു ഹോട്ടൽ. ആഹാരം കഴിച്ചിട്ട് അവിടെ കൊടുക്കേണ്ട പണം എന്താന്ന് ഒരു റഫായിട്ട് ഒരു മീലിന് എത്ര ഉണ്ടാവും ചിക്കൻ തന്നെ അയാൾ കാണണം എന്നുള്ള ആ സമയം നോക്കി ആ ബോക്സിലാണ് നോക്കുമ്പോൾ അയാൾ നോക്കുകയില്ല. അപ്പോൾ അവിടുത്തെ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിൽ വരാം, എന്ത് വേണമെങ്കിൽ കഴിക്കാം, ഫുൾ മീൽസ് കഴിക്കാം. അയാളാണ് ആദ്യം, ഈ ആചാരഭാവമായിട്ടുള്ള ആ ഹോട്ടൽ മുതലാളിയാണ് ആഹാരം കൊടുക്കുക. അപ്പോൾ ആർക്കാണോ ഏത് ആഹാരമാണോ ഇഷ്ടം അത് നിറയെ അയാൾ കൊടുക്കും. അയാൾ അത്ര പാവപ്പെട്ട ആളൊന്നുമല്ല, അയാൾക്ക് വലിയൊരു വീടുണ്ട്, അയാൾക്ക് 2 പെൺകുട്ടികളുണ്ട്, അവർക്കൊക്കെ വീടുണ്ട്, ജോലിക്കാരുണ്ട്, തൻ്റെ ഭാര്യയുണ്ട്. അങ്ങനെ എല്ലാം മക്കളെയൊക്കെ കല്യാണം കഴിച്ച് കൊടുത്തു, സെറ്റിലായി, നല്ല ആവശ്യത്തിന് പണമുണ്ട്. പക്ഷെ അദ്ദേഹം ഈ ചെറിയ ഹോട്ടലിന് അയാൾ മറക്കുന്നില്ല. വിശപ്പോട് വരുന്നവർക്ക് നിറച്ച ആഹാരം കൊടുക്കും, അവർ കൊടുക്കുന്ന കാശ് വാങ്ങിക്കും. റംസാൻ അതുപോലുള്ള സമയങ്ങൾ, ഓണം അതുപോലെ സമയങ്ങളിൽ ഇവിടെ പട്ടിണിയായിരുന്ന ഒരു കാലത്ത് ആഹാരം കഴിച്ച ആൾക്കാരൊക്കെ കുറേ പണം കൊണ്ടുപോയി അതിലിടും. അതുകൊണ്ട് അയാൾ കണക്കൊന്നും നോക്കാറേ ഇല്ല. അങ്ങനെ
ആദ്യത്തെ ദിവസം കഴിച്ചു. പിന്നെ അവിടെ പോകും, കുറച്ച് പണം കൊടുക്കും. ഒരു 4 ദിവസമായപ്പോൾ ഇയാൾ ഇടയ്ക്കിടയ്ക്ക് നന്നായി ആഹാരം കഴിച്ച് ചീത്ത പറയും. നന്നായി കഴിക്കടോ എന്ന് പറഞ്ഞ് ചീത്ത പറയും. അധികമൊന്നും സംസാരിക്കില്ല. കണ്ണിൽ മാത്രം ഒരു കരുണ എപ്പോഴും ഉണ്ടാകും. അങ്ങനെ ഇയാൾ കഷ്ടപ്പെട്ട് പഠിച്ച് ജീവിതത്തിൽ വളരെ നല്ല ഉയരത്തിലൊക്കെ ആയി, പഠിപ്പിൽ നല്ല പേരെടുത്ത്, അപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ അവിടെ പോയിട്ട് ആഹാരം കഴിക്കും. അപ്പോൾ ഇവിടുത്തെ ജോലിയുണ്ട്, പഠിപ്പുമുണ്ട്. മിക്ക ദിവസവും 12 മണിക്ക് അവിടെ പോയിട്ട് ആഹാരം കഴിക്കും. പിന്നെ കാശേ കൊടുക്കാറില്ല. അവിടെ കാശ് കൊടുക്കണമെന്ന് മനസ്സിലായി, കാശേ കൊടുക്കില്ല. അവനത് ആ കണക്ക് എന്താ പറയുക, ആവശ്യത്തിനുള്ള പണം ഇല്ലല്ലോ. കണക്ക് നോക്കുമ്പോൾ ആഹാരത്തൊന്നും കാശില്ല. ബുക്ക് വേണം, പഠിക്കണം, അത് വേണം, ഇത് വേണം, ഫീസ് കെട്ടണം, എല്ലാം ഇവൻ തന്നെ ചെയ്യണം. അങ്ങനെ MA അവന് കോളേജിൽ നല്ല മാർക്ക് കിട്ടി. MA അതേ കോളേജിൽ തന്നെ MA സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനുള്ള ഒരു പ്രൊഫസറിന്റെ ജോലി കിട്ടി. അങ്ങനെ 1-2 മാസം അവന് ശമ്പളം കിട്ടിയില്ല. എല്ലാം കൂടി ഒരു ദിവസം വലിയൊരു തുക ശമ്പളം അവന് പണം കിട്ടി. ഈ പണം കയ്യിൽ വന്നിട്ട് ആ പണം കൊണ്ട് അവൻ നടക്കുന്ന സമയത്ത്, പണമേ ഇല്ലാത്ത ഒരാള്, കയ്യിലില്ലാത്ത ഒരാള് പെട്ടെന്ന് പണം വന്ന അവന്റെ മാനസിക നില എന്തൊക്കെയായിരിക്കുന്നെന്ന് ഒന്ന് ഓർത്ത് നോക്കൂ എന്നുള്ള പോലെ അയാളുടെ ജീവിതം ആകെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അപ്പോൾ നേരെ ഈ പണമൊക്കെ കൊണ്ട് നേരെ അവൻ്റെ വീട്ടിലേക്ക് പോകും. വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു വ്യത്യാസവും ഇല്ല, അതേപോലെ തന്നെയാണ് ആ വീടുള്ളത്. സഹോദരങ്ങൾ കുറച്ച് വളർന്നു, എന്താ 1-2 കൊല്ലം 3 കൊല്ലം വളർന്നു കാണും. ചെറിയ അവനേക്കാൾ താഴെയുള്ള ആൾക്കാരാണ്. അച്ഛൻ ഒന്ന് ചോദിക്കും, എന്താടോ തനിക്ക് എന്താ ശമ്പളം എന്ന് പറഞ്ഞപ്പോൾ ഈ ശമ്പളം പറയാം, അയ്യോ ഞാൻ റിട്ടയർഡായി, അവസാനം എൻ്റെ റിട്ടയർമെന്റ് ശമ്പളത്തിന്റെ നീ വാങ്ങിക്കുന്ന ശമ്പളത്തിന്റെ 5% പോലും എനിക്ക് ശമ്പളം ഉണ്ടായിരുന്നില്ലല്ലോ പറഞ്ഞിട്ട് തൻ്റെ മകനോട് അസൂയ അദ്ദേഹത്തിന്. ഇങ്ങനെയൊക്കെ ഉണ്ട് ലോകം. നോക്കൂ, ഇനി നിനക്ക് ഭയങ്കര അഹങ്കാരമായിരിക്കില്ല. നീ ഇപ്പൊ വാങ്ങിക്കുന്ന ശമ്പളമായിരുന്നു എൻ്റെ 5%, ഇപ്പൊ നീ വാങ്ങിക്കുന്ന ശമ്പളത്തിന്റെ 5% ഞാൻ അവസാനം വാങ്ങിച്ച ശമ്പളം എന്ന് പറഞ്ഞാൽ അയാളുടെ ഉള്ളിലൊരു വിഷം കണ്ടിട്ട് സ്വന്തം അച്ഛൻ എങ്ങനെ ഉണ്ടല്ലോ. അമ്മ എന്ന് പറയും, നിന്നെ പോലെയൊക്കെ കുറെ ആൾക്കാർ പെട്ടെന്ന് സമ്പാദിച്ചിട്ട് ഭയങ്കര അഹങ്കാരികളൊക്കെ ആയിട്ടുണ്ട്, പിന്നെ ഒന്നുമില്ലാതെ തൊലഞ്ഞു പോയതുകൊണ്ട്. ഇതെന്താ സ്വന്തം അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ പറയുന്നത്? നമ്മളൊക്കെ കുറെ അമ്മയെ പറ്റിയൊക്കെ പറയാറുണ്ട്, അച്ഛനെ പറ്റി പറയാറുണ്ട്. നോക്ക്, ഓരോ കഥയിലും ഓരോ അനുഭവങ്ങളിലും വ്യത്യസ്തമായ ചില അമ്മമാരും അച്ഛന്മാരും ഉണ്ട്. അത് എക്സംഷനാണ്. ചിലപ്പോൾ 1,00,000-ൽ 1-2 ആയിരിക്കും. പക്ഷേ ഈ കഥാപാത്രത്തിന് അങ്ങനെ ഒരു അച്ഛനമ്മയായി. കുറച്ച് കാശ് അച്ഛനമ്മയ്ക്കും കൊടുത്തിട്ട് സഹോദരങ്ങൾക്ക് കുറച്ച് കാശ് കൊടുത്ത് അവനവിടെ ഇരിക്കാൻ എന്തോ മനസ്സ് അനുവദിച്ചില്ല. ഈ മനസ്സിൻ്റെ ഉള്ളിൽ മുഴുവനും 5 വർഷക്കാലം, അപ്പോൾ അവന് 25-26 വയസ്സ് കാണും തോന്നുന്നു. 5 വർഷക്കാലം, 5-6 വർഷക്കാലം ഈ ഡിഗ്രിയും MAയും എല്ലാം പഠിച്ച് അത് കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് തന്നെ വരുന്നത്. വീട്ടിലൊരു സമാധാനം ഇല്ലാണ്ട് അവൻ്റെ മനസ്സ് മുഴുവൻ 5 വർഷക്കാലം തനിക്ക് ആഹാരം തന്ന ആ ഹോട്ടലുകാരനെയായിരുന്നു. ഇയാള് നേരെ ആ ഹോട്ടലിലേക്ക് പോകും. ഹോട്ടലിലേക്ക് പോയിട്ട് വയറ് നിറയെ അന്നം കഴിക്കും. കഴിച്ചിട്ട് ആ ഉണ്ടിയിൽ പോയിട്ട് ബോക്സൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. അതൊന്നും ആരും ശ്രദ്ധിക്കില്ല. അവിടെ ഈ കിട്ടിയ പണം മുഴുവൻ നിറച്ചു കിട്ടും. തിരിച്ചും പണമുണ്ട്. അപ്പോൾ ഈ പണം മുഴുവനും അവിടെ കൊടുക്കാനായിട്ട് അയാളുടെ കൃതജ്ഞതയിൽ, ഗ്രാറ്റിറ്റ്യൂഡിൽ നിറയുകയാണ്. നമുക്ക് അയാൾ ധ്യാനം വന്നാൽ എന്താണെന്ന് അറിയാത്ത ഒരാളാണ്. ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി കേട്ടിട്ടേ ഇല്ല, പഠിച്ചു കാണും, ആത്മീയമായിട്ടൊന്നും അറിയുന്നില്ല. പക്ഷേ അത് ബ്ലഡിലുണ്ട്. നോക്കൂ, ഗ്രാറ്റിറ്റ്യൂഡ്. അങ്ങനെ ഇനിയൊരു ബോക്സ് എനിക്ക് വേണമെന്ന് പറയും ഇയാളോട്. അതിനെന്താ അവിടെ എടുക്കുക, അക്ബർ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അവിടെ എല്ലാം പണം നിറച്ചിട്ട് ആവശ്യത്തിന് മാത്രം കുറച്ച് ചെലവിന് വെച്ചിട്ട് അയാൾ നേരെ തൻ്റെ അമ്മായിയുടെ വീട്ടിലേക്ക് ഒന്ന് പോകാം. ഇന്നത്ര കാശൊക്കെ കിട്ടിയതല്ലേ, കുറച്ച് അവർക്ക് നിങ്ങൾക്ക് ചെലവ് ചെയ്യാന്ന് പറഞ്ഞ് കുറച്ച് പണമൊക്കെ ആയിട്ട് അവിടെ പോകുമ്പോൾ ആ വീട് അവർ വിറ്റു. അവരുടെ ബിസിനസ് എല്ലാം വിറ്റു. കാരണം അമ്മാവൻ മരിച്ചു പോയി. പിന്നെ അതൊന്നും അറിയില്ല, അവൻ അറിയിച്ചിട്ടില്ല. അപ്പോൾ ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ അവിടെ ഒരു കുടിലുണ്ടല്ലോ, ആ കുടിലാണോ? അയ്യോ, ഇത്ര വലിയ വീട്ടിൽ താമസിച്ച കുടിലാണോ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഈ അമ്മാവനും അമ്മായിക്കും ഒരു മോളുണ്ട്. ഇവൻ്റെ മുറപ്പെണ്ണാണ്. അപ്പോൾ അവള് ചെറിയ കുട്ടിയായിരുന്നു. ഇപ്പോൾ അവള് നല്ല വലിയ കുട്ടിയായി വളർന്നു, സുന്ദരിയായിട്ടുണ്ട്. അപ്പോൾ അവന് അറിയുന്നില്ല. അവള് പറയും, ഞാനാണ്, എന്നെ മനസ്സിലായില്ലേ? നീയാണോ, വലിയ കുട്ടിയൊക്കെ ആയല്ലോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവൾക്ക് എന്താ ഏകദേശം ഒരു 20-21 വയസ്സ് കാണും. ഇയാൾ പിന്നെ 26 വയസ്സ് കാണും. അപ്പോൾ അമ്മ, അതെന്താ ഈ വീട്ടിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയി, അങ്ങനെ അച്ഛൻ മരിച്ചു പോയി, പിന്നെ കുറെ കടമായി, അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു വീട്ടിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ വളരെ വിഷമവും. അയ്യോ, സാധാരണ മനുഷ്യരെ പോലെ അല്ല, ഇവനൊരു നല്ല മനുഷ്യനാണ്, നമ്മുടെ ഉപദ്രവിച്ചവരല്ലേ, നശിച്ചു പോട്ടെ എന്ന് വിചാരിക്കുന്നില്ല. അയ്യോ, ഇവർ നന്നായി ജീവിച്ച ആൾക്കാരാണല്ലോ, എന്തുകൊണ്ടാണ് ഇവനിങ്ങനെ കഴിയുമോ, ഈ സ്ഥിതി ആയില്ലോ എന്ന് ദുഃഖിച്ചിട്ട്
കുറച്ച് പണം മേശയിൽ വെച്ചിട്ട് അവളോട് പറയും കുറച്ച് പണം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവളൊന്നും പറയില്ല. അവൾക്ക് ഇവനെ കാണുമ്പോൾ എന്തോ ഒരു തൻ്റെ മുറച്ചക്കനാണല്ലോ, അവൾക്ക് എന്താ പറയുക, ഇവനാണെങ്കിൽ ചെറുപ്പമാണെങ്കിലും രാത്രി പകലും പഠനവും ജീവിതത്തിൽ മുന്നേറണം എന്നുള്ള ഒരു ധൃതിയും എല്ലാം ഉള്ളതുകൊണ്ട് അവനെ അങ്ങനത്തെ ഒരു ചിന്തയൊന്നുമില്ല. പക്ഷെ അവളുടെ മുഖത്ത് ഇവനെ അധികം പ്രേമിക്കുന്ന ആ കണ്ണുകൾ പഠിച്ചവനാണല്ലോ, അത് മനസ്സിലാക്കി. പക്ഷെ ഒന്നും പറയുന്നില്ല. അവിടെ പണം വെച്ചിട്ട് കുറച്ച് പണം ഉണ്ട്, നീ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് കൊണ്ട് വരുന്ന സമയത്ത് എൻ്റെ അമ്മായി എതിരിൽ വരികയാണ്. അപ്പോൾ അവൻ ഓടിപ്പോയിട്ട് അമ്മായി എന്ന് പറയും. അപ്പോൾ എനിക്ക് അറിയുന്നില്ല, നിങ്ങൾ ആരാന്ന് അറിയുന്നില്ല, എനിക്ക് വല്ലാണ്ട് വയസ്സായി, കണ്ണിലൊക്കെ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. എവിടെയാണ് പോയിട്ട് വരുന്നത്? ഞാൻ ഒന്നുമല്ല, ഇവിടുത്തെ ഒരു അരിയൊക്കെ പോളിഷ് ചെയ്യുന്ന അവിടെ തവിട് എടുത്തിട്ട് വരികയാണ്, ശമ്പളമൊന്നുമില്ല. ഈ തവിട് എടുത്തിട്ട് വന്ന വല്ല കഞ്ഞിയും വെച്ച് കഴിക്കാന്ന് വെച്ചിട്ടാണ്. ഇവിടെ വല്ലാതെ വിഷമമാവും. അയ്യോ ഇവരിങ്ങനെ കഷ്ടപ്പെടുന്നല്ലോ, വലിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാരല്ലേ പറഞ്ഞ് ദുഃഖിച്ചിട്ട് അവര് ആ അമ്മയെ അമ്മായിയെ കൈ പിടിച്ച് അവിടെ കൊണ്ടുപോയിട്ടിട്ട് അമ്മായിക്ക് കുറച്ച് കാശൊക്കെ കൊടുത്തിട്ട് അവൻ നേരെ അവൻ്റെ റൂമിലേക്ക് പോകും. രാത്രിക്ക് ഒന്ന് കുറേ ആലോചിക്കും. എന്നിട്ട് തിരിച്ചും അവൻ ഓർക്കും, ഇനിയും അടുത്ത മാസം നല്ല ശമ്പളം വരും, ഇനിയും പ്രൊമോഷൻ കിട്ടാൻ പോകും, ഇനി എനിക്ക് ചെയ്യേണ്ടത് എന്താണ്? ആ അമ്മായിക്കൊരു വലിയ വീട് എടുത്ത് കൊടുത്തിട്ട് ആ അമ്മായിയുടെ മോൾക്ക് ഞാൻ. അപ്പം ഇതിനിടയ്ക്ക് അവൻ്റെ ആൾക്കാർ ഇവനൊക്കെ പണമൊക്കെ സമ്പാദിക്കാനൊക്കെ തുടങ്ങിയല്ലോ. അപ്പോൾ ഇവൻ്റെ അമ്മാവന്മാർ ആരൊക്കെയോ അച്ഛനും അമ്മയും പറഞ്ഞിട്ട് ഇവിടെ വന്ന് പറയും, ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാനൊക്കെ ആലോചനയൊക്കെ ഉണ്ട്, നിന്നെ കണ്ടതിന് ശേഷം നീ അതൊന്നും ചെയ്യരുതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അക്കാലത്ത് നിനക്ക് കുറച്ച് 2-3 ദിവസം നീ അവർ ആഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ 5,000 10,000 കൊടുത്ത് നീ വന്നേക്കെന്നൊക്കെ പറയും. എന്നത് കേൾക്കും, അതിനെ പറ്റി ഒന്നും ഉത്തരം പറഞ്ഞില്ല. പക്ഷെ അന്ന് അവൻ തീരുമാനിച്ചു, ആ അമ്മായി വയസ്സായി, അവർക്ക് വീടില്ല, നമ്മൾ വലിയൊരു വീട്ടിൽ വയ്ക്കണം. ഈ പെൺകുട്ടിയുടെ കണ്ണിൽ എന്നോടുള്ള സ്നേഹം ഞാൻ മനസ്സിലാക്കി, ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കണം എന്ന് അവൻ തീരുമാനിച്ച് അന്ന് അവൻ കിടന്നുറങ്ങി എന്ന് കഥ നമുക്ക് തീർക്കാം. പക്ഷെ ഇവിടുത്തെ മൂല്യങ്ങളൊക്കെ ഇതിലുള്ള സ്പിരിച്വൽ വാല്യൂസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെ ഉപദ്രവിച്ചവരെയൊക്കെ നമ്മൾ തിരിച്ച് ഉപദ്രവിക്കേണ്ട ആവശ്യമില്ല. അവർ ചെയ്ത കർമ്മങ്ങൾ അവർക്ക് നടന്നു, അതിന് ഇവൻ കാരണക്കാരനല്ല. പക്ഷെ അത് കണ്ടത് അവൻ സന്തോഷിക്കുന്നില്ല, അവരെ പോയി ക്ഷമിക്കുന്നുണ്ട്. അവർക്ക് വീണ്ടും ഒരു ജീവിതം കൊടുക്കാനായിട്ടുള്ള ചിന്ത മനസ്സുകൾ വരുന്നു. ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു, ആ അമ്മയെ സ്വന്തം അമ്മ അത്രയും ദ്രോഹിച്ച അമ്മായിയെ സ്വന്തം അമ്മ പോലെ സ്വീകരിച്ചിട്ട് സഹായിക്കുന്നു. തന്നെ സ്നേഹിക്കാത്ത മാതാപിതാക്കളെയും എല്ലാവർക്കും അവർക്ക് വീടൊക്കെ കെട്ടിക്കൊടുത്ത് അവർക്കെല്ലാം ചെയ്തു കൊടുത്ത് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ വിശപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ആ അമ്മായി അക്കാലത്ത് ഇവനെ സ്നേഹിച്ച് നല്ല ആഹാരം കൊടുത്തിരുന്നെങ്കിൽ നോക്കുക, അത് എത്ര വലിയ പുണ്യമായിരിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ മുമ്പിൽ ആരെങ്കിലും വിശപ്പോടെ വന്നാലോ, എന്തെങ്കിലും സഹായത്തിന് ഒരാൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ തന്നെ പാതി മരിച്ചു കഴിഞ്ഞു. കാരണം ഒരാളുടെ മുമ്പിൽ പോയി ആർക്കും തൻ്റെ സ്വന്തം അഭിമാനത്തിന് അടമാനം വെച്ചിട്ട് യാചിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഒരു യാചകൻ പോലും വേറെ വഴിയില്ലാണ്ടാണ് അവർ നമ്മുടെ അടുത്ത് വന്ന് എന്തെങ്കിലുമൊക്കെ യാചിക്കുന്നത്. കഴിയുന്നത് ഞാൻ പറയാം, ഞാൻ എൻ്റെ കുടുംബത്തിലുള്ള പലരും ഉപദേശിച്ചതാണ്, ആരെങ്കിലും എൻ്റെ മുമ്പിൽ വന്നാൽ കഴിയുന്നതും ഇല്ല എന്ന് പറയാൻ, സഹായത്തിന് വന്നാൽ കഴിയുന്നതും ഇല്ല എന്ന് പറയാതിരിക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വേണമെന്ന് പ്രാർത്ഥിക്കുക. ഞാൻ കഴിഞ്ഞത്ര നീ ചെയ്യേ എന്ന് പറയാറുണ്ട്. പല കുടുംബങ്ങളിലും അത് മൂത്ത് ഉപദേശിച്ചിട്ട് കാണും. അത് വിശക്കുന്നവർക്ക് ആഹാരമായിക്കോട്ടെ, വസ്ത്രമില്ലാത്തവന് വസ്ത്രമായിക്കോട്ടെ, അറിവില്ലാത്തവന് നമുക്കറിഞ്ഞ കുറച്ച് അറിവിൽ നിന്ന് ഷെയറിങ് ആയിക്കോട്ടെ. ലവിങ് ഈസ് ഗിവിങ്. നമ്മളെല്ലാം എക്സ്പെക്ട് ചെയ്യുന്നത്, എന്നെ അവൻ സ്നേഹിച്ചില്ല, നമ്മൾ സ്നേഹം കൊടുക്കാം. അവർക്ക് നമ്മൾ കൊടുക്കാന്നേ, കുറേ സ്നേഹം കൊടുക്കാം, കരുണ, ക്ഷമിക്കാം, അങ്ങനെ എത്ര മൂല്യങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ എടുക്കാം. ഒരു ATM പാസ്വേഡോട് കൂടി ഞാൻ തരുന്ന ഒരു മെഷീൻ വെച്ചോളൂ, നിങ്ങൾ എത്ര വേണമെങ്കിലും ഇതിൽ നിന്ന് എടുക്കാം മൂല്യങ്ങൾ. പണം എടുക്കുന്നത് പോലെ, ATM മെഷീൻ എടുക്കുന്ന പോലെ, അത്രയും ഇതിൽ ഈ കഥയിലുണ്ട്. എപ്പോഴും ഞാൻ പറയുന്നത് അതാണ്, സ്നേഹം സ്നേഹം സ്നേഹം, സ്നേഹിക്കാം. സ്നേഹമാണെല്ലാം. നമ്മളെല്ലാവരും നമ്മുടെ കോശങ്ങളെല്ലാം സ്നേഹവും സന്തോഷവും സമാധാനമാണ്. പലപ്പോഴും ഇത്ര സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന സുരേഷ് അധിക സമയം നല്ല എപ്പോൾ നോക്കിയാലും ചിരിക്കുന്നു, തമാശ പറയുന്നു. അതാണ് എനിക്ക് എൻ്റെ ഫോം, അതിലാണ്. എന്തിനാണ് അധികം സീരിയസ്നെസ്? പഠിക്കുന്ന സമയത്ത് സീരിയസ്നെസ്, സംസാരിക്കുന്ന സമയത്ത് സീരിയസ്നെസ്, ജോലി ചെയ്യുന്ന സമയത്ത് കോൺസെൻട്രേഷൻ. അത് കഴിഞ്ഞ് സന്തോഷമായിരിക്കാനല്ലേ നമ്മുടെ ജീവിതം. സന്തോഷവും സമാധാനമല്ലേ ഈ നമ്മുടെ ഹോൾ സിസ്റ്റത്തിന് അറിയുന്നുള്ളൂ.
അപ്പോൾ ചില ആൾക്കാർ, ചില സുഹൃത്തുക്കൾ പറയുന്നു, എൻ്റെ കുട്ടിക്കളിയൊന്നും ഇല്ലാണ്ട് നീ വളരെ സീരിയസ് ആയിട്ടുണ്ടെങ്കിൽ നിനക്ക് കുറേ ബഹുമാനം വേണം. ഞാൻ പറയും വേണ്ട, എന്നെ ആരും എനിക്ക് പിന്നെ ബഹുമാനിക്കണ്ട. എനിക്ക് എന്നെ സ്നേഹിച്ചാൽ മതി. എന്നോട് ഒരു കരുണയായൊരു വാക്ക്, സുരേഷ് സുഖാണോ, ആഹാരം കഴിച്ചോ, സന്തോഷമായിരിക്കുമോ, സന്തോഷമായിരിക്കുന്നുവോ, നീ നന്നായിരിക്കണം മോനെ, ഇത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവരെ ആരോടും ഒന്ന് സംസാരിച്ച് നല്ല വാക്കുകൾ അവരോട് പറഞ്ഞ് അവര് ചിരിപ്പിക്കുന്നതിൻ്റെ സുഖം എത്രയുണ്ടെന്ന് എല്ലാ ഗുരുക്കന്മാരിൽ നിന്നാണ് കിട്ടിയത്. അത് സ്വന്തമായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതല്ല, എല്ലാ ഗുരുക്കന്മാരിൽ നിന്നും ഞാൻ പഠിച്ചതാണ്. പിന്നെ കുറേ പേരിൽ ഞാനത് കണ്ടിട്ടുണ്ട്. വലിയ വലിയ മനുഷ്യന്മാർ എത്ര ലളിതമായിട്ടാണ് അവർ ജീവിക്കുന്നത്. അവർ ആഡംബരമായിട്ട് അവരൊന്നും പറയുന്നില്ല. ഞാൻ അങ്ങനെയാണ്, ആ വീടുണ്ട്, ഇതുണ്ട്, എൻ്റെ മക്കൾ അവിടെയാണ്, അങ്ങനെ ഒരു അഹങ്കാരം ഒന്നും ഇല്ലാണ്ട് വളരെ ലളിതമായിട്ട് ജീവിക്കുന്ന പല നല്ല മനുഷ്യരെ കാണാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അവരെയൊക്കെ കുറച്ച് നിഴലിൽ കിട്ടിയ അനുഗ്രഹങ്ങളായിട്ടാണ് ഇങ്ങനെയൊക്കെ കുറച്ച് നന്മകൾ എന്നിലുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വളരെ വിനയമായി. എല്ലാവർക്കും എൻ്റെ സ്നേഹം. ദൈവം അനുഗ്രഹിക്കുന്നു.